ഞാനൊരു ഹോബിക്ക് പോയതാണിത്. ഹോബി പോയിട്ട് ഞാൻ അവിടെ ഇത്തിരി ഷൈൻ ചെയ്തു. കാരണം എനിക്ക് നന്നായിട്ട് ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ അൾത്താരയിൽ ഫ്ലവേഴ്സ് വെച്ചിട്ടും മാതാവിന് ഫ്ലവർ ഇട്ടിട്ടും ഒരു ഭയങ്കര ഒരു പാഷനായിരുന്നു. അന്നേരമാണ് ഞാൻ കരച്ചിൽ തുടങ്ങിയത്. ഭയങ്കര കരച്ചിലായിരുന്നു. ഒരു ദിവസം ഞാൻ ഈ കരച്ചിൽ റെക്കോർഡ് ചെയ്തിട്ട് അമ്മയ്ക്ക് ആരോ പോകുമ്പോൾ കൊടുത്തുവിട്ടു. പക്ഷേ നാട്ടിലുള്ളവരും വിചാരിക്കണേ ഇവിടെ വന്ന ഇങ്ങനെ സ്വർണം കൊയ്യുന്നുള്ള ധാരണയായിരിക്കാം. അവരെൻ്റെ കരച്ചിലിനൊന്നും അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ആ മനുഷ്യൻ, ഞാൻ കൊടുത്ത മനുഷ്യൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ജെന്നിയുടെ കണ്ണീരാണത്. സോ നോബഡി ക്യാൻ റൺ. ആർക്കും ഇത് റൺ ചെയ്യാൻ പറ്റില്ല. ഓൺലി യു ക്യാൻ റൺ. അയാൾ പൈസ ഒന്നും വാങ്ങാതെ അത് തിരിച്ചെനിക്ക് തന്നു. പൂക്കൾ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഈ ലോകത്തുണ്ടോ? നമ്മുടെ മനസ്സിനെ തണുപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ പൂക്കൾ. എന്ത് ഭംഗിയാണല്ലേ! ഒരു പൂന്തോട്ടത്തിൽ ചെന്ന് എന്തുകൊണ്ടാണ് നമ്മൾ കുറച്ചു നേരം ചെലവഴിക്കുന്നതെന്ന് ചോദിച്ചാൽ മനസ്സിന് എന്തോ ഒരു സമാധാനം കിട്ടുമെന്നാണ് പറയുന്നത്. എങ്കിൽ അത് കർമ്മമേഖലയാക്കിയ ഒരു സംരംഭകനുണ്ട്, പൂക്കളെ പോലെ തന്നെ മനസ്സുള്ള ഒരാൾ. ഹലോ, ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു മിഡിൽ ഈസ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. വളരെ ചെറുപ്രായത്തിൽ നാട് വിട്ട് നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിന് മുന്നേ ദുബായിലെത്തുകയും അന്നത്തെ സാഹചര്യവുമായി പൊരുത്തപ്പെടുകയും കഠിനാധ്വാനം ചെയ്ത് പിന്നീട് പൂക്കളുടെ ബിസിനസ് തുടങ്ങി ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന, UAE-ലെമ്പാടും അറിയപ്പെടുന്ന ഒരു പ്രശസ്ത സംരംഭകനുണ്ട്, ജെന്നി. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് പോലും ജെന്നി ഫ്ലവേഴ്സ് എന്നാണ്. ഞാൻ സ്നേഹത്തോടെ ജെന്നി ചേട്ടൻ എന്ന് വിളിക്കുന്ന ആ നല്ല മനസ്സിനുടമയായ അദ്ദേഹത്തെയാണ് ഞാനിന്ന് സ്പാർക്കിൻ്റെ മിഡിൽ ഈസ്റ്റിൽ പരിചയപ്പെടുന്നത്. ജെന്നി ചേട്ടാ, സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്ക് യു. നമ്മൾ ഫോണിലൂടെ നിരവധി സംസാരിച്ചെങ്കിലും ഞാൻ ആദ്യമായി കാണുന്നത് ഈഗിൾ ബിസ്കോൺ സീസൺ 4 വേദിയിലേക്ക് തലേ ദിവസം രാത്രി ഞാൻ വരുമ്പോൾ 500 വർഷം പഴക്കമുള്ള ഒരു മരം ഒരു ക്രെയിനിൽ കൊണ്ടുവന്ന് ആ ഹ്യൂജ് ഷാർജ ഓഡിറ്റോറിയത്തിൽ രാത്രി നിന്നുകൊണ്ട് അത് സെറ്റ് ചെയ്യുന്നൊരു കാഴ്ചയാണ്. മനസ്സ് നിറഞ്ഞു. അവിടെ നിന്നാണ് നമ്മൾ ആദ്യമായി ഷേക്കിൻ്റെ ഇത് ഹഗ് ചെയ്യുന്നത്. അവിടെ നിന്ന് തുടങ്ങിയ ബന്ധമാണ്. ജെന്നി ചേട്ടാ, നാട് എവിടെയാണ്? ഞങ്ങൾ ശരിക്കും കോട്ടയംകാരാണ്, ക്നാന കാത്തലിക്സ് ആണ്. പക്ഷെ എൻ്റെ അമ്മയുടെ ഫാമിലി എല്ലാവരും അവർ പണ്ട് 90 വർഷമായിട്ട് കാഞ്ഞങ്ങാട് നീലേശ്വരം, അന്നത്തെ ഫസ്റ്റ് ക്രിസ്ത്യൻ ഫാമിലിയാന്ന് തോന്നുന്നു. അവിടെ ഒത്തിരി കൺവേർട്ടഡ് ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു. പക്ഷേ നാട്ടിൽ നിന്ന് വന്ന ആദ്യത്തെ ഒരു കാഞ്ഞങ്ങാട് സെറ്റിൽ ചെയ്ത 2 ഫാമിലി, ഒന്ന് കാലശ്ശേരി, ഒന്ന് ഞങ്ങൾ മാമ്പള്ളിയിൽ, മാക്കിൽ. എൻ്റെ വീട്ടുകാർ മാക്കിൽ നിന്നാണ്. അങ്ങനെ എനിക്ക് കാഞ്ഞങ്ങാടാണ് ഇഷ്ടം. അവിടുത്തെ ലാംഗ്വേജ്, ഓർത്തുണെ, ഏടെ, ആടെ, അതാണ് എനിക്ക് സംസാരിക്കാൻ ഇഷ്ടം. അത് പറയാനാണോ ഇഷ്ടം. കാഞ്ഞങ്ങാട് നീലേശ്വരം. താങ്കളുടെ പഠനമൊക്കെ എങ്ങനെയായിരുന്നു? പഠനം ചെറുപ്പത്തിൽ ആദ്യം 6 ക്ലാസ് വരെ കോട്ടയത്തായിരുന്നു. പിന്നെ ഇവിടെ കാഞ്ഞങ്ങാട്, പടന്നക്കാട് SNP സ്കൂള്, രാജാസ് ഹൈസ്കൂള്, കരിമ്പിൽ ഹൈസ്കൂള്, ഇങ്ങനെ ഒരു പലതരം സ്കൂളുകളിൽ. കാരണം ഞാൻ ആദ്യം അവിടെ അമ്മയും കുടുംബത്തെ വിട്ട് എന്നിട്ട് വെല്ലുമിച്ചിൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ്? നിങ്ങൾ കുറേ മക്കളുണ്ട്? കുറേ മക്കളുണ്ടായിരുന്നു. എത്ര മക്കളായിരുന്നു? 10 മക്കൾ അമ്മയ്ക്ക്. 10 മക്കളാണ്. പക്ഷെ താങ്കളുടെ പിതാവിനെ വളരെ ഇതാക്കണം. മരിച്ച എത്ര? താങ്കൾ? ഞാൻ 14 വയസ്സുള്ളപ്പോൾ മരിച്ചു പോയതാണ്. അപ്പൊ താങ്കൾ എത്രാമത്തെ ആളാണ്? അഞ്ചാമത്തെ. അപ്പൊ താങ്കൾ ആരുടെ കൂടെ എന്നാ പഠിച്ചത്? അതെന്ന് വെച്ചാല് വെല്ലുമിച്ചി ചാച്ചിന് ഒറ്റയ്ക്കാണല്ലോ പ്രായം. അവരുടെ മക്കളൊക്കെ ഉണ്ട്. അത് ഫാദറിന്റെ? അമ്മയുടെ. അപ്പൊ വെല്ലുമിച്ചിക്ക് വൈകുന്നേരം ആകുമ്പം ഈ തലയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാനും വെല്ലുമിച്ചിയുടെ കൂടെ അന്ന് ഞങ്ങൾക്ക് മരക്കമ്പനി ഇപ്പോഴും ഉണ്ടത്. അപ്പം ഞങ്ങൾ വീട്ടിൻ്റെ എക്സ്പെൻസ് ഈ മരത്തിൽ നിന്ന് കിട്ടുന്ന വിറകുകൾ വിറ്റിട്ടാണത്. അപ്പോൾ വെല്ലുമിച്ചിയാണത്. അപ്പോൾ ആ വെല്ലുമിച്ചിയുടെ കൂടെ ക്യാഷിലായിട്ട് നടക്കാനും ഒരു പേഴ്സ് എടുത്ത് പിന്നെ വെല്ലുമിച്ചിയുടെ കാര്യങ്ങളൊക്കെ കാപ്പി അനത്തി കൊടുക്കുക എന്നപോലെ മെയിൻലി ഞങ്ങൾക്ക് പ്രാർത്ഥനാ സമയം ഉണ്ടല്ലോ, ഒരു സന്ധ്യയാകുമ്പോൾ. അപ്പോൾ ഒത്തിരി ഞങ്ങൾ പാട്ടൊക്കെ പാടും, ഡാൻസ് കളിക്കും. അതൊക്കെ വെല്ലുമിച്ചിക്കും ചാച്ചിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനെ ഒരു മിക്സഡ് കൾച്ചർ. പിന്നെ മെയിൻലി ഒറ്റപ്പെട്ട്, എല്ലാവരും ഉണ്ടെങ്കിലും ഞാൻ ഒറ്റപ്പെട്ടു. അച്ഛനും അമ്മയും ആരും ഇല്ല. 9 മക്കൾ അവിടെയാണ്. ഭക്ഷണം കഴിക്കാനൊക്കെ അതൊക്കെ അതായിരിക്കാം ബിസിനസിന്റെ ആ ഒറ്റപ്പെടലിൽ നിന്ന് വന്നൊരു ഫയർ ആയിരിക്കാം. പക്ഷെ അത് മാത്രമല്ല,
താങ്കളെ പള്ളിയിൽ അച്ഛനാക്കാൻ വെച്ചിരുന്ന ആളാണ് അല്ലേ? പിന്നെ എന്തായിരുന്നു അത്? വെല്ലുമിച്ചിയുടെ ആഗ്രഹം 10 മക്കളല്ലേ, അപ്പൊ ഒരാളെങ്കിലും അച്ഛനാണെന്നുള്ള അമ്മയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, അപ്പൊ വെല്ലുമിച്ചി എന്നെ ഇങ്ങനെ വളർത്തുന്ന വെച്ചാൽ രാത്രി കിടക്കും, വെല്ലുമിച്ചിയുടെ കട്ടിലിന്റെ അടിയിൽ കിടക്കും. എന്നെ ചില ആൾക്കാരോട് സംസാരിക്കാൻ വെല്ലുമിച്ച് വിടത്തില്ല. കാരണം ഞാൻ ആൾക്കാരോട് സംസാരിച്ചു കഴിഞ്ഞാലോ, വീട്ടിലുള്ള പെൺകുട്ടിയോട് സംസാരിച്ചു കഴിഞ്ഞാലോ, അതൊക്കെ അച്ഛനാകാനുള്ള അതിന് പ്രതിബന്ധമായിട്ട് നിൽക്കും. ഐസ്ക്രീം തിന്നാൻ സമ്മതിക്കത്തില്ല. അപ്പൊ പ്രാർത്ഥന, ഞാന് വെല്ലുമിച്ച് ആ ഒരു വെല്ലിച്ചാച്ചനുണ്ടെങ്കിലും ഞങ്ങൾ രണ്ടുപേരും തമ്മിലൊരു ഭയങ്കര ബൗണ്ടായിരുന്നു. അത് പള്ളിയിൽ അച്ഛനാകണം എന്നുള്ള ഇതിൽ തന്നെ എന്നെ വളർത്തിയിരുന്ന 10ാം ക്ലാസ് വരെ. അപ്പൊ ആരുമായിട്ടും ഒന്നും ചെയ്യിക്കില്ല. വളരെ ഷൈ ആയിട്ടുള്ള ഷൈ. ഡാൻസ്, പാട്ട്, ഇതൊക്കെ ആയിരുന്നു കോളേജിലും. അത്രേ ഉള്ളൂ. കോളേജിൽ പോവുക, വീട്ടിൽ വരിക, വെല്ലുമിച്ചിയുടെ കാര്യം നോക്കുക, അങ്ങനെ ഒരു അല്ലാണ്ട് ഒരു എല്ലാവരുമായിട്ട് മിങ്കിൾ സോഷ്യലൈസിങ് ഇല്ല. പക്ഷെ അക്കാലത്താണ് താങ്കളുടെ പിതാവ് മരിക്കുന്നത്. പിന്നെ എന്താ സംഭവിച്ചത്? പിതാവ് മരിച്ച് ആകെപ്പാടെ പ്രോബ്ലം ആയില്ലേ. ഇപ്പം നമുക്ക് 10 മക്കളെ കൊണ്ട് അവസാനം ഇച്ചാച്ചൻ എന്ത് ചെയ്തു, അവരെല്ലാവരും കാഞ്ഞങ്ങാടേക്ക് കൊണ്ടുവന്നു. ഒരു കിഴക്കൻ ഭീമനടി എന്ന് പറഞ്ഞാൽ അവിടെ സെറ്റിലാക്കി. പക്ഷെ ഞാൻ ഇവിടെ തന്നെ വളർന്നു. എന്നെ വെല്ലുമിച്ചിയുടെ കൂടെ തന്നെ അവർ ദുബായിൽ വരുന്നവരെ അതും. പിന്നെ കുറേ നാൾ കോൺവെൻറ്റിൽ വളർത്തി എന്നെ. കോൺവെൻറ്റിൽ അമ്മ കൊണ്ടാക്കി. പല സ്ഥലത്തും അമ്മേനെ പല സ്കൂളുകളിലേക്കും അങ്ങനെ മാറി കൊണ്ടേയിരുന്നു. അപ്പം ഒരു ബോയ് ഒരു 15 വയസ്സ് മുതൽ 18 ഇങ്ങോട്ട് വരുന്നവരെയുള്ള ഒരു ആൺകുട്ടിക്ക് കിട്ടേണ്ട ഒരു യൗവനം എന്ന് പറയുന്ന ഒരു ഇതിൽ നമുക്കൊന്നും അങ്ങനെ ഒരു ഫ്രീഡം ഒന്നുമില്ല ഒരിക്കലും. പക്ഷെ അവസാനം താങ്കളാണ് ഈ 10 പേര് വീണത്, കുടുംബം രക്ഷപ്പെടുത്താൻ. അതെ. അപ്പൊ കുഞ്ഞായ മരിച്ചപ്പോ വെല്ലുമിച്ച് പറഞ്ഞു, നീ ഇപ്പൊ ഒന്നും പള്ളിയിൽ അച്ഛനാകണ്ട, ദുബായിലേക്ക് വരാൻ പറഞ്ഞു. ദുബായിലേക്ക് ഒരു പൈസ വേണ്ടേ? അന്നത്തെ കാലത്ത് 20,000 രൂപ വേണമായിരുന്നു ഒരു വിസയ്ക്ക്. അപ്പം വീട്ടിൽ മരക്കമ്പനി, അമ്മാമ്മയുടെ മരക്കമ്പനി, അവിടുന്ന് ഒരാള് മരം വാങ്ങിച്ചിട്ട് പൈസ കൊടുത്തില്ല. അതിന് പകരം എനിക്ക് വിസ തന്നു. അതിനു മുമ്പ് വെല്ലുമിച്ചിയുടെ മോതിരമൊക്കെ വിട്ടിട്ട് എന്നെ പല ഇന്റർവ്യൂവിനൊക്കെ വിടുമായിരുന്നു. എവിടെയൊക്കെ വിട്ടത്? മദ്രാസില് അടുത്ത ഒരു കുടുംബത്തിലെ വീട്ടിലെ ഒരു മകന്റെ കൂടെ എന്നെ വിട്ടു. ഇത് ഞാനിങ്ങനെ മദ്രാസിൽ പോയിട്ട് എന്താ ആരോടെ പറയുക, ഒന്നും അറിയില്ല, സംസാരിക്കാൻ അറിയില്ല. 18 വയസ്സ്. ഞാൻ തിരിച്ചിങ്ങോട്ട് വരും. വെല്ലുമിച്ച് പറയും, എന്തായാലും നീ പോയേ മതിയാവും. അങ്ങനെ മരക്കച്ചവടത്തിന്, അത് മരത്തിന് പകരമായി കിട്ടിയ വിസ, അതുമായിട്ട് 18 വയസ്സിൽ ദുബായിലേക്ക് വരണം. 20 വയസ്സിൽ 1980 1980. അന്ന് ദുബായ് എന്ന് പറയുന്നത് വലിയ നഗരമൊന്നുമല്ല, ഒന്നുമില്ല. ഒരു ചെറിയ എയർപോർട്ട്. അപ്പൊ എന്നെ ബോംബെയിൽ നിന്ന് കയറ്റി വിട്ടത് എൻ്റെ റിലേഷനാണത്. അവരുടെ ആരോ എയർപോർട്ടിലുണ്ടായിരുന്നു. അവർക്ക് എന്തോ ഫോൺ ചെയ്തോ എന്തോ പറഞ്ഞ് എന്നെ ദുബായിൽ വന്ന് കുവൈറ്റ് എയർലൈൻസ് ആയിരുന്നു അന്ന് ആദ്യം വന്നത്. എന്നെ അവർ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാവില്ല അന്നത്തെ കാലത്ത്. ഒരു ഫാമിലി, അത് ഞങ്ങൾ കാനായ സാറിൻ്റെ റിലേഷൻസ് ആയിട്ട് വരും. ഈ വിസ തന്ന ആളെ എനിക്കും അറിയില്ല, കോണ്ടാക്ട് നമ്പർ ഒന്നുമില്ല. പിന്നെ ആ വിസയിലെ പോസ്റ്റ് ബോക്സ് നമ്പർ നോക്കിയിട്ട് എഴുത്തയച്ചു. പിന്നെ അതിൽ ഫോൺ ചെയ്ത് എന്നെ കൂട്ടിക്കൊണ്ട് വന്നു. എത്ര ദിവസം എടുത്തു കണ്ടുപിടിക്കാൻ? 4 ദിവസം എടുത്തു. 4 ദിവസം എടുത്തു. അപ്പൊ നമ്മുടെ വിചാരം എന്താ, ഈ വിസ തരുന്ന ആള് വലിയ മുതലാളി. എന്നെ കൊണ്ടാക്കിയത് 6-8 പേര് താമസിക്കുന്ന മുറിയില് എല്ലാരും കാറ് കഴുകുന്നവരാ. അപ്പൊ ഇങ്ങേരുടെ ജോലി എന്താ? കാറ് കഴുകുന്ന. ഇവരെന്നെ വെച്ചാൽ രാവിലെ പോയി വഴിയിൽ ഇങ്ങനെ നിൽക്കും. അപ്പൊ കാർ അവിടെ പാർക്ക് ചെയ്യുമല്ലോ. അപ്പൊ 10 ദിർഹംസിന് അവര് അത് ക്ലീൻ ചെയ്ത് കൊടുക്കും. കാണുന്ന പോലെ. അതെ, പോലീസുകാർ വരുമ്പോ അവിടെ കുറ്റി ഇതൊക്കെ എടുത്തിട്ട് ഓടും, റൂമിൽ വരും. അന്ന് പോലീസുകാർ പിടിക്കുമല്ലോ. ഇങ്ങനെ വീണ്ടും അവർ പോയി നിൽക്കും. പഠിത്തമില്ലാത്തവര്. പക്ഷെ എന്നെ റെസ്പെക്റ്റഡ് ആയിരുന്നു. കാരണം നമ്മുടെ നാട്ടിലെ ബിസിനസ് ഫാമിലി ആയതുകൊണ്ട് എന്നെ ഒരു റെസ്പെക്റ്റഡ് ആള് പോലെ. പക്ഷെ റെസ്പെക്റ്റ് ആളെന്നുണ്ടെങ്കിൽ എനിക്ക് ഭക്ഷണം കഴിക്കണം, ഉറങ്ങണം, സ്പേസ് വേണം, AC ഇല്ല, ചൂടാണ് മരുഭൂമിയിൽ. ഇവരെന്ത് ചെയ്യുന്നറിയോ, ഈ മറ്റേ ബിൽഡിങ്ങിന്റെ ടോപ്പ് ഫ്ലോറിൽ ഇവർ എന്നെ വലിച്ചു കയറ്റി. കാരണം അവിടെ ഏണിയൊന്നുമില്ല. എന്നെ ഇങ്ങനെ വലിച്ചു കയറ്റി രാത്രിയിൽ അവിടെ കിടത്തും. എന്നിട്ട് ഒരു നനഞ്ഞ തോർത്തുകൊണ്ട് എന്നെ കവർ ചെയ്യും. ചൂടല്ലേ. അങ്ങനെ കുറച്ച് നാള് എനിക്ക് എൻ്റെ മനസ്സിൽ ഒരൊറ്റ ചിന്ത, എൻ്റെ ബാക്കിൽ 9 ആൾക്കാരുണ്ട്, അമ്മയുണ്ട്, അങ്ങോട്ട് പോകണം. ഇത് തന്നെ എൻ്റെ ചിന്ത. എങ്ങനെയെങ്കിലും അതിന് എന്നെ കുറേ ഈ വിസ തന്നാൽ എന്നെ കൊണ്ടൊരു വീട്ടിൽ കൊണ്ടാക്കി.
ഒരു കൊച്ചിനെ നോക്കാൻ. കൊച്ചുങ്ങളോ? അതൊരു പലസ്തീൻ ഫാമിലി. ഞാൻ എന്താ ചെയ്യുക? അവരുടെ എന്തെങ്കിലും എനിക്കറിയാവോ? അവിടുന്ന് അന്നേരമാണ് ഞാൻ കരച്ചിൽ തുടങ്ങിയത്. ഭയങ്കര കരച്ചിലായിരുന്നു, ഭയങ്കര ഒരു ദിവസം ഞാൻ കരച്ചിൽ റെക്കോർഡ് ചെയ്തിട്ട് അമ്മയ്ക്ക് ആരോ പോകുമ്പോൾ കൊടുത്തുവിട്ടു. പക്ഷേ നാട്ടിലുള്ളവരും വിചാരിക്കണേ ഇവിടെ വന്ന് ഇങ്ങനെ സ്വർണം കൊയ്യുന്നുള്ള ധാരണയായിരിക്കാം. അവരെൻ്റെ കരച്ചിലിനൊന്നും അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം അന്ന് കോണ്ടാക്ട് തന്നെ എഴുത്തല്ലേ ഉള്ളൂ. എഴുത്തെഴുതി 3 മാസം കഴിയുമ്പോഴല്ലേ കിട്ടുക. അങ്ങനെ അത് കഴിഞ്ഞിട്ട് തന്നെ ഒരു കഫറ്റേരിയയിൽ കൊണ്ടാക്കി. അന്ന് പിന്നെ ഈ ഖാദർ ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ഏറ്റവും പഴയ ഒരു മുതലാളിയായിരുന്നു ആ മനുഷ്യൻ. അവിടെയാണ് മലയാളികളെല്ലാം വന്നാൽ പോസ്റ്റ് ബോക്സും ഒക്കെ, ഒരു പോസ്റ്റ് ബോക്സേ ഉള്ളൂ. ഇവിടുത്തെ ഇന്നത്തെ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദിന്റെ ഫാദർ അവിടെ വന്നിരിക്കുമായിരുന്നു. അങ്ങനെ ക്ലോസ് ആയിരുന്നു. ആ മനുഷ്യൻ്റെ അവിടെ ഞങ്ങൾ പോകും. അവിടെയാണ് ലെറ്റർ വരിക. ഇപ്പോൾ ഒരു ലെറ്റർ കിട്ടുക ഭയങ്കര സന്തോഷമാണോ? ഭയങ്കര സന്തോഷമല്ലേ? അങ്ങനെ അത് ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ടുണ്ട് കേട്ടോ. ആ മനുഷ്യൻ പിന്നീട് ചരിത്രം, ദുബായിയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ പുള്ളിയാണ് ചരിത്രത്തിൻ്റെ തുടക്കം. തീർച്ചയായും മലയാളികളുടെ അത് അവിടെ ആന്ധ്രക്കാരും എല്ലാവരും. ഈ പുള്ളിയുടെ റെസ്റ്റോറൻറ്റിൽ ആൾക്കാർ വരും. ഇപ്പോൾ ജോലിയില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കും. ഒരു മെലിഞ്ഞൊരു വ്യക്തി, കണ്ണൂർക്കാരനായിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹം എവിടെ പോയിരുന്നു, അദ്ദേഹത്തിൻ്റെ ജനറേഷൻസ് മക്കളില്ലായിരുന്നു തോന്നുന്നു. അതുകൊണ്ട് അവർ അല്ലെങ്കിൽ ഇന്നത്തെ വലിയ നിലയിലെത്തേണ്ട ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ എങ്ങനെയോ സംവേർ ആയി. വേറെന്ത് ജോലിയൊക്കെ ചെയ്തു? അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് കഫറ്റേരിയയിൽ ചെയ്തു. പിന്നെയാണ് എന്നെ ഹോട്ടലിലേക്ക് കൊണ്ടുവന്നത്. ഹോട്ടൽ? ലോഡ്ജ്. അപ്പോൾ ഒരു 10 റൂമുള്ള ഒരു ലോഡ്ജ്. അതൊരു പാകിസ്ഥാനി ഫാമിലി, പഷ്തു ക്യാപ്റ്റൻ്റെ ഒരു ഫാമിലി ആയിരുന്നു. അവരുടെ 3 മക്കളുണ്ട്. അപ്പോൾ എന്നെ അവിടെ കൊണ്ടാക്കുമ്പോൾ ഹൗസ് കീപ്പിംഗ് അതെല്ലാം ക്ലീൻ ചെയ്യണം, റിസപ്ഷൻ നോക്കണം. ചെറിയൊരു ലോഡ്ജ് അല്ലേ, ഈ 3 പിള്ളേരുടെ കാര്യം നോക്കണം. ഇതെല്ലാം നോക്കി. പക്ഷെ ദേ വെർ വെരി മച്ച് ഇംപ്രസ്ഡ്. എന്നെ ഒത്തിരി ഇഷ്ടമായി. അങ്ങനെ അവർ സിംഗപ്പൂരിൽ പോകുമ്പോൾ ഈ ലോഡ്ജ് എന്നെ ഫ്രീ ആയിട്ട് തരുമായിരുന്നു. എനിക്ക് അവർ സിംഗപ്പൂർ പോയപ്പോൾ ലോഡ്ജ് ഫ്രീ ആയിട്ട് എനിക്ക് ഫ്രീ ആയിട്ട് തന്നു. പൈസ ഒന്നും വാങ്ങിച്ചു? എന്ത് പ്രായമുണ്ട് അന്ന്? 22 ആയല്ലേ വന്നിട്ട്. 22 വയസ്സ്. ലോഡ്ജ് മുതലാളിയായി. പിന്നെ ഇതെങ്ങനെ നടത്തി? അതെങ്ങനെ വെച്ചാൽ പഴയ ബിൽഡിംഗ് അല്ലേ, മഴ വരുന്ന ചോരും. ഞാൻ രാത്രി മുഴുവൻ എനിക്ക് വെള്ളം ഇങ്ങനെ കോരും. അങ്ങനെ സ്ട്രഗിൾസ്. പക്ഷേ ഒത്തിരി കസ്റ്റമേഴ്സ് മന്ത്ലി താമസിക്കുന്നു. അപ്പൊ അതുകൊണ്ടൊരു ഇൻകം ഉണ്ട്. അത് നാട്ടിലേക്ക് അയച്ചു കൊടുക്കും. അങ്ങനെ ലോട്ടറി അടിച്ച പോലെയാണ്. കാരണം സാലറി കിട്ടുന്ന പോലെ കുറച്ച് ഇത് ഇതാക്കി. എന്നിട്ട് അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് അന്നേരം എനിക്ക് ഒത്തിരി ഫ്രീ ടൈം ഉണ്ടല്ലോ. കാരണം പകല് വേറെ ഒന്നും ചെയ്യാനില്ല. അന്നേരം ആരോ ഒരു ഫ്ലവർ ഷോപ്പ് അഡ്വർടൈസ് ചെയ്ത് അവർക്കൊരു ഫ്ലോറിസ്റ്റിന് പാർട്ട് ടൈം ആയിട്ട് വേണം. ഫ്ലോറിസ്റ്റ് ഈ ഫ്ലോറിസ്റ്റ് പ്രൊഫഷനാണത്. അപ്പം ഞാൻ പോയി. ഞാനൊരു ഹോബിക്ക് പോയതാണിത്. ഹോബി പോയിട്ട് ഞാൻ അവിടെ ഇത്തിരി ഷൈൻ ചെയ്തു. കാരണം എനിക്ക് നന്നായിട്ട് ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ അൾത്താരയിൽ ഫ്ലവേഴ്സ് വെച്ചിട്ട് മാതാവിന് ഫ്ലവർ ഇട്ടിട്ടും ഒരു ഭയങ്കര ഒരു പാഷനായിരുന്നു. ഈ ലോഡ്ജിലാണെങ്കിൽ പോലും അന്ന് മരങ്ങളൊന്നും കിട്ടാനില്ല, ചെടികൾ. അപ്പം ഈ ഉണങ്ങിയ മരച്ചില്ല എടുത്തിട്ട് ഞാൻ അത് ചെടിയായിട്ട് മാറ്റിയിട്ട് അതിൽ മുട്ടത്തോടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അത്രയും പാഷനായിരുന്നു. ഫ്ലവേഴ്സും പ്ലാന്റ്സും എന്നൊക്കെ. എൻ്റെ വീട്ടിലാണെങ്കിലും ഗാർഡനൊക്കെ ഉണ്ടാക്കുന്നത് ഞാനായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് കുറേ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു എന്തുകൊണ്ട് ജെന്നിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തിടാം. അപ്പോഴത്തെ ഈ ബിൽഡിങ് പഴയതാകാൻ തുടങ്ങി, പൊളിക്കുന്നുള്ള ഇത് വന്നു. അപ്പോൾ എൻ്റെ ഒരു പൈസ ഇല്ല. അപ്പോൾ എൻ്റെ 2 ഫ്രണ്ട്സ്, ഒരു പാകിസ്ഥാനി ഫ്രണ്ടും വേറെ രമേശിൻ്റെ ഫ്രണ്ടും എന്നെ 5,000 ദിർഹംസ് തന്നു. ഒരു ചെറിയ ഷോപ്പ്. അപ്പോൾ അന്നേരം കൈരളി കലാകേന്ദ്രത്തിൻ്റെ ആദ്യത്തെ മലയാളി ഓർഗനൈസേഷനിൽ ഞാൻ മെമ്പറായി. അപ്പോൾ ഇച്ചിരി വർത്താനൊക്കെ, ഡാൻസ്, പാട്ട്, അതൊരു പാഷനായിരുന്നു. കല, ഡാൻസും പാട്ടില്ലാത്തൊരു ലൈഫ് എൻ്റെ പറ്റില്ല. അപ്പം അത് വന്നു. ഈ ഷോപ്പുമായി കുറച്ചൊന്ന് പൊങ്ങി നമുക്ക് എടുത്തു വരുമ്പോഴത്തേക്കാണ് ഇറാഖ് വാർ. ഷോപ്പിന് എന്താ പേരിട്ട്? ജെനി ഫ്ലവേഴ്സ്. ജെനി ഫ്ലവേഴ്സ് അങ്ങനെ പേരിട്ട്, നമ്മുടെ പേരില്ലേ? ശരി. അപ്പൊ ജെനി ഫ്ലവേഴ്സ് ഇറാഖ് വാർ വന്നപ്പോ അങ്ങനെ നമ്മുടെ ലോഡ്ജ് എന്തായത്? ലോഡ്ജ് പൊളിച്ചോ. പക്ഷെ എൻ്റെ ഒരു ബിസിനസ് നാക്ക് എന്ന് പറയുന്നത് അത് ചെറിയൊരു ഷോപ്പല്ലേ. സാധാരണ ഇപ്പോൾ ഷമ്മി ആണെങ്കിലും ഇത്ര ചെറിയൊരു ഷോപ്പ് തുറക്കുന്നതിന് സാധാരണ ആരെ വിളിക്കുക?
ഷമ്മി കുറച്ച് അതിൽ വെച്ചു, മൊബൈലാണെങ്കിൽ വെച്ചു, ഷമ്മീനെ തുടങ്ങി അന്നത്തെ കാലത്ത്. പക്ഷെ എൻ്റെ കണ്ണ് പോയത് അന്ന് ആകെ ഒരു ചാനൽ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ന്യൂസ് ചാനല് 92 എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് TV. അതിൽ ദിവസം ഒരു നേരം ന്യൂസ് വായിക്കും, 2 നേരം. ഒന്ന് ഷഹനാസ് ഫക്രാൻ ഒരു ലേഡി ഉണ്ടായിരുന്നു, പിന്നെ താരിഖ് ഖുറേഷിൻ്റെ ഒരു പാകിസ്ഥാനി മെയില്. പക്ഷെ ഞാൻ എൻ്റെ ഷോപ്പ് ഉദ്ഘാടനത്തിന് അന്ന് ഓർമ്മ വെക്കണം, 40 വർഷം മുമ്പ് ഞാൻ ഈ മറ്റേ താരിഖ് ഖുറേഷി എന്ന് പറയുന്ന ആളെ കണ്ടുപിടിച്ച്, ഒന്ന് ആലോചിക്കുക, 22 വയസ്സുള്ള ഒരു ഡ്രസ്സിങ് പോലും എനിക്കൊന്നും അങ്ങനെ ഉള്ളൊരിതില്ല. പക്ഷെ ഞാൻ അയാളെ കൊണ്ടുവന്ന് വിളക്ക് കത്തിച്ച് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു. ഓക്കെ, ദാറ്റ് ഈസ് എ ബിസിനസ് പോയിന്റ്. ഞാൻ ഒരിക്കലും മടിച്ചില്ല, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, മെറ്റീരിയൽസിൽ ഒന്നുമില്ല, പക്ഷെ ഞാൻ തേടി പോകാനൊരു മനസ്സുണ്ടായിരുന്നു. അങ്ങനെ ഒരാളെ കൊണ്ടുവരുന്നത്, അതാണ് ബിസിനസിന്റെ ഒരു ഇത്. അപ്പൊ അത് TV-ലൊക്കെ വന്നോ? പിന്നെ ഇല്ല, അന്ന് ന്യൂസ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലല്ലോ, ഒന്നുമില്ല. റേഡിയോ ഉണ്ട്? റേഡിയോ ഒക്കെ അതിന് ശേഷം വന്നത്. നമുക്ക് ആകെ കിട്ടുന്ന തേഴ്സ്ഡേയിൽ ഒരു ഹിന്ദി ഫിലിം വരും, ഈ ഡെയിലി 2 പ്രാവശ്യം ഇംഗ്ലീഷ് ന്യൂസും വായിക്കും, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ അയാളെ കൊണ്ടുവന്നു, ആ പിക്ചർ ഇപ്പോഴും എൻ്റെ ഓഫീസിൽ ഇരിപ്പുണ്ട്, അയാൾ വന്ന് ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട്. അന്ന് കൈരളി കലാകാരൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി പിള്ളേരുണ്ടല്ലോ, ആ പിള്ളേരെ ഞാൻ ഡാൻസ് പഠിപ്പിക്കുകയും ഫ്രീ ആയിട്ട്. ഇന്ത്യൻ കലകളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇതിലായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട്. പക്ഷെ ആ യുദ്ധം വന്ന് നിന്ന് പോയപ്പോ പിന്നെ എന്ത് ചെയ്തു? നിന്ന് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പൈസ, എൻ്റെ ഷോപ്പ് കടം വന്നു, കാരണം നിന്ന് പോയ ബിസിനസ്സില്ല. എനിക്ക് ഒത്തിരി പേര് പൈസ തരാണ്ടായിരുന്നു. അന്നേരം എനിക്ക് ഒരാൾക്ക് ഞാൻ പൈസ കൊടുക്കാണ്ടായിരുന്നു. ആ മനുഷ്യന് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതെടുത്തോ. അയാളെടുത്ത് കൊടുത്ത് ഞാൻ പൈസ കൊടുത്തിട്ട് അങ്ങനെ ഇത് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അപ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദിൻ്റെ അവിടെ പാലസിൽ അവർ ഒരു വീട്ടിലിങ്ങനെ ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്യുന്ന ഒരു ജോബിന് എന്നെ വിളിച്ചു, ഒരു അമേരിക്കാരനെ വിളിച്ച്, നല്ല ഹൈലി പെയ്ഡ് ആയിട്ടുള്ള. അപ്പോൾ 3 months ഇപ്പം എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല, 26 പ്രാവശ്യം ടെസ്റ്റ് കൊടുത്തിട്ട് പൊട്ടിപ്പോയി ഞാൻ. അവിടെ ചോദിച്ചപ്പോൾ ഈ അമേരിക്കാരൻ ഡോൺ എന്ന് പറയുന്ന അമേരിക്കാരനോട് ഒരു ലൈസൻസ് എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ഞാൻ പോയി. എനിക്കൊന്ന് ആ പോലീസുകാരെ എന്നെ സിമ്പതി തോന്നിയിട്ടാന്ന് തോന്നുന്നു ലൈസൻസ് തന്നു. പക്ഷെ എനിക്ക് ഓടിക്കാൻ അറിയില്ല. ഇത് എൻ്റെ അപ്പോൾ ജെനി ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, ഒരു പയ്യൻ, ഒരു മുനിയൻ എന്ന് പറഞ്ഞൊരു തമിഴ് പയ്യൻ സൈക്കിളും ആയിട്ടുണ്ട്. ഞങ്ങൾ എൻ്റെ സ്റ്റാഫ്, പുള്ളീനെ ഞാൻ സൈഡിലിരുത്തും, ഇത് ഞാൻ ഓടിക്കും, പുള്ളി എൻ്റെ ഗിയർ മാറ്റിത്തരും, ഞാൻ ഓടിക്കും. അങ്ങനെ അവിടെ വന്ന് 6 മാസം ജോലി എടുത്ത് നല്ല എമൗണ്ട്. അപ്പം എൻ്റെ കുറച്ച് പൈസയൊക്കെ ആയി വന്നപ്പോഴത്തേക്കും ഇവിടെ ഞാൻ ഈ സ്പെഷ്യൽ നീഡ് പിള്ളേരെ ചെറുപ്പം മുതലേ അവരെ ഭയങ്കര അറ്റാച്ച്ഡ്, സ്പെഷ്യലി ഏബിൾഡ്, ഈ തളർന്ന് കിടക്കുന്നവരെയും ഓട്ടിസം പിള്ളേരെയൊക്കെ. അപ്പോൾ അതിൽ ഒരു അറബി, ഞാൻ വന്ന കാലം മുതൽ ഒരു ടാൻസാനിയൻ അറബി, ഇവിടുത്തെ ലോക്കലാണത്, അദ്ദേഹത്തിന് ഇവിടുന്ന് മുഴുവൻ തളർന്ന് കിടക്കുന്നതാണത് മനുഷ്യൻ. അയാളൊരു ദിവസം അഡ്വർടൈസ്മെന്റ് ചെയ്തു, അയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംസാരിക്കാൻ ഒരാൾ വേണം, കാരണം ഫാമിലി അടുത്ത റൂമിലുണ്ടെങ്കിലും പുള്ളി ഒറ്റയ്ക്കല്ലേ. അപ്പം ഞാൻ എപ്പോഴും പോയി സംസാരിക്കുമായിരുന്നു. അപ്പം വീണ്ടും ഈ കീ തന്നപ്പം ഞാൻ അബ്ദുൽ ബാരിയോട് അടുത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ തന്നിട്ടുണ്ട്, ഞാൻ എന്ത്. അയാൾ അന്നേരം ഒരു 30,000 dirhams തന്നിട്ട് എന്നോട് പറഞ്ഞു, യു റീസ്റ്റാർട്ടഡ്. അത് റീസ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുത്തെ ജോലി കളഞ്ഞു. വീണ്ടും ഞാനും അപ്പോഴത്തേക്ക് എൻ്റെ സിസ്റ്ററൊക്കെ വന്ന് തുടങ്ങി. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞാനും ഇതായിട്ടൊക്കെ തുടങ്ങി ജെനി ഫ്ലവേഴ്സ്. അതിനിടയ്ക്ക് ആ മനുഷ്യൻ, ഞാൻ കൊടുത്ത മനുഷ്യൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ജെന്നിയുടെ കണ്ണീരാണത്, സോ നോബഡി ക്യാൻ റൺ, ആർക്കും ഇത് റൺ ചെയ്യാൻ പറ്റില്ല, ഓൺലി യു ക്യാൻ റൺ. അയാള് പൈസ ഒന്നും വാങ്ങാതെ തിരിച്ചെനിക്ക് തന്നു. അങ്ങനെയാണ് ഈ പുള്ളി 30,000 തരുന്നത്. അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ജെന്നി ഫ്ലവേഴ്സിന്റെ തെറ്റുകളൊക്കെ മനസ്സിലാക്കിയല്ലോ. ഇങ്ങനെ ഇതുകൊണ്ടാണ് ഞാൻ വീണു പോയത്, ഇതുകൊണ്ടാണ് ഇല്ലാത്തത്. അപ്പം സോഷ്യലായിട്ട് എനിക്ക് ഒത്തിരി ബന്ധങ്ങൾ ഈവൻ കൗൺസിലേറ്റിലും കൈരളി കലാന്തരത്തിലുള്ളത് കൊണ്ട് ഒത്തിരി ബന്ധങ്ങൾ വന്നു. ഇതൊക്കെ ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്നല്ല, ഞാൻ പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരെന്നെ എന്നിലേക്ക് വരും. അങ്ങനെ ആയി. പിന്നെ പുറകോട്ട് തിരിഞ്ഞ് നോക്കിയില്ല. അങ്ങനെ ഞാൻ ആദ്യം ഫ്ലവേഴ്സിൻ്റെ സെക്ഷൻ തുടങ്ങി, പിന്നെ ചെടിയുടെ സെക്ഷൻ തുടങ്ങി, മെയിൻ്റനൻസ് തുടങ്ങി, ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങി, പിന്നെ ഓൺലൈൻ. അങ്ങനെ ഇത്രയും വർഷം കൊണ്ട് ഇതിലൊക്കെയുള്ള ഒരു സ്ലോ
സ്ലോ വളർച്ചയ്ക്ക് കാരണം ഫിനാൻഷ്യലാണ്. കാരണം ഈ 10 മക്കളുടെ കാര്യങ്ങളും അവരുടെ ഫുള്ള് സെറ്റിൽ ചെയ്തിട്ട് വേണം എനിക്ക് എന്തെങ്കിലും വളരാൻ ഇങ്ങനെ ആക്കാൻ. അപ്പം സ്ലോ ആയിട്ട് തുടങ്ങി. പിന്നെ പെട്ടെന്നൊരു വളർച്ച വന്നിട്ടുണ്ടായിരുന്നു. മീൻസ് അവരുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ പിന്നെ എനിക്ക് പിന്നെ ഫാസ്റ്റ് 10 രൂപ കിട്ടുമ്പം 7 രൂപയും എനിക്ക് ബിസിനസ്സിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. ജെന്നി ഫ്ലവർ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ഇന്ന് ഏകദേശം 200 സ്റ്റാഫ് ഉണ്ട്. 200 കുടുംബങ്ങൾക്ക് തണലാണല്ലോ നമ്മൾ. ഒരു സൈക്കിളും കൊണ്ട് നടന്ന ഞാൻ 60ഓളം വണ്ടികളുണ്ട്. പിന്നെ വീടുണ്ട്, അതുണ്ട്, നാട്ടിലും വീടുണ്ട്, നാട്ടിലും ഒക്കെ ഉണ്ടായിരുന്നു. കുടുംബം, ഭാര്യ അവർക്ക് ഇവിടെ തന്നെയായിരുന്നു കല്യാണം. നാട്ടിൽ നിന്ന് അതാ പറഞ്ഞത്, എൻ്റെ കല്യാണം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ക്നാനായ ആയതുകൊണ്ട് ഞങ്ങൾ ക്നാനായ കമ്മ്യൂണിറ്റി തന്നെ വേണം, അല്ലെങ്കിൽ ഞങ്ങൾ പുറത്താകും. ഇറാഖിൽ നിന്ന് വന്ന ഒരു ഗ്രൂപ്പാണല്ലോ ഇത്. അപ്പൊ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദറിന്റെ കസിൻ്റെ മകളാണിത്. അപ്പൊ ഞാനൊരു ഡിമാൻഡ് വെച്ചാൽ എൻ്റെ കല്യാണം ദുബായിൽ വെച്ച് വേണം എന്ന് ഓർത്ത് നോക്കൂ. അന്നത്തെ കാലത്ത് 2002 കല്യാണം ദുബായിൽ വെച്ചത് ഈസിയല്ല. 100ഓളം. അപ്പം എൻ്റെ ഫ്രണ്ട് സർക്കിൾ എല്ലാവരും കൂടിയിട്ട് 100 വിസ എടുത്തു. ഭാര്യനെയും ആളുടെ ബന്ധുക്കാരെല്ലാം കൊണ്ടുവരണം. ഇവിടെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ ഫർണിഷിങ് മുഴുവൻ എൻ്റെ ഫ്രണ്ട് സർക്കിള് എല്ലാം, ഞാൻ പഠിപ്പിച്ച പിള്ളേരുടെ പേരൻസ് വന്ന് പാത്രം മുതൽ എല്ലാ സെറ്റും. എനിക്കൊരു സപ്ലയർ ഉണ്ടായിരുന്ന അയാൾ എൻ്റെ ഹോട്ടലിലെ എക്സ്പെൻസ് മുഴുവൻ ഞാൻ വെറുതെ നിന്ന് കൊടുത്തു. ഷൂസ് മുതൽ ഭക്ഷണം വരെ സ്പോൺസർ എടുക്കും. എല്ലാം സ്നേഹമുള്ളവര്. അവരെല്ലാം കൂടി കല്യാണം നടത്തി ദുബായിൽ വെച്ച്. ഒരു മകളാണല്ലേ? ഒരു മകള്. എന്താണ് പേര് മകളുടെ? മെയ് മേരി എന്നൊരു മെയിൽ ഉണ്ടായതുകൊണ്ട് മെയ് മേരി. അദ്ദേഹം പഠിക്കുകയാണ്. അതെ. പ്രിയ എന്ന് പറഞ്ഞ വൈഫിന്റെ ഞങ്ങളുടെ ഒരു ഫാമിലിയാണ്. മാക്കിൽ ഫാമിലി തന്നെയാണത്. മാക്കിൽ പിതാവില്ലേ ഇപ്പം മസ്ജിദിനാൻ പോകുന്ന അവരുടെ 7ാം തലമുറ. അങ്ങനെയാണ്. ജനിച്ചേട്ടൻ ഇപ്പൊ ഉള്ള ബിസിനസ്സിൽ പറഞ്ഞു ഈ കാലഘട്ടത്തിൽ 200ഓളം എംപ്ലോയീസ് ആയി എന്നോട് പറഞ്ഞു. എന്തൊക്കെ അത് ഡിവൈഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്ന് ഫ്ലവേഴ്സ് ആണ് അല്ലേ? അതെന്താണ് ചെയ്യുന്നത്? ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ കല്യാണങ്ങൾക്ക് ഡെക്കറേഷൻസ്, പിന്നെ ആളുകളുടെ ഡെയിലി റിക്വയർമെന്റ്സ് ഉണ്ടല്ലോ, പിന്നെ ഓഫീസുകളുടെ റിക്വയർമെന്റ്സ് ഉണ്ട്. കാരണം ഇപ്പോൾ HSBC ബാങ്ക് അങ്ങനെയുള്ള ബാങ്കുകളിലൊക്കെ നമ്മൾ വീക്കിലി കൊണ്ടുപോയിട്ട് പുതിയ പുതിയ ഡിസൈൻസ് വെക്കണം. അങ്ങനെ ഉള്ളതുണ്ട്. പിന്നെ ആളുകൾ പിന്നെ വിഷ് ചെയ്യാനായിട്ട് മോസ്റ്റ്ലി വിഷിംഗ് ആണ്. ഇപ്പം ഒരു പിന്നെ ലോക്കൽ അയാൾക്ക് ഹംഗേറിയൻ ഗേൾ ഫ്രണ്ട്, ഷീസ് എ മിസ് ഹംഗേറിയൻ. ഇയാൾക്ക് അവളെ തന്നെ കിട്ടണം, പക്ഷെ അവളിട്ട് സമ്മതിക്കില്ല. ജെന്നി ഫ്ലവേഴ്സിൽ വന്നു എന്നോട് പറഞ്ഞു, ഡെയിലി ഞാൻ ഏകദേശം 8,000 ദിറംസിൻ്റെ ഫ്ലവേഴ്സ് ഹംഗറിയിൽ അവളുടെ വീടിൻ്റെ മുമ്പിൽ വെച്ച് കൊടുക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഹംഗറിയിലൊക്കെ. അപ്പം ഞാൻ ഓൺലൈൻ ഇങ്ങനെ തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ അവിടുത്തെ എൻ്റെ ഒരാളോട് പറഞ്ഞു, ഒരു ഹോട്ടലിൽ പറഞ്ഞു, ഇങ്ങനെയാണ് ഡെയിലി ഇങ്ങനെ ഫ്ലവേഴ്സ് കൊണ്ട് വെക്കും. അവൾ റിജക്റ്റ് ചെയ്യും. 7ാം ദിവസം അവൾ അക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് അവിടെ കല്യാണം നടന്നു. ഈ ഫ്ലവർ കാരണം കല്യാണം വരെ നടക്കുന്നുണ്ട്. പക്ഷെ അതൊരു ഓൺലൈൻ ഒരു വലിയ വിപണിയാണ്. അപ്പൊ ഇന്ന് എവിടെയൊക്കെ ഫ്ലവേഴ്സ് കൊടുക്കും? എല്ലായിടത്തും. ലോകത്തിൽ എവിടെ വേണം. അമേരിക്കയിൽ കൊടുക്കാം. പിന്നെ അമേരിക്കയിൽ ജെന്നി ഫ്ലവേഴ്സ് ഉണ്ട്. ജെന്നി ഫ്ലവേഴ്സ് ഉണ്ട്. യൂറോപ്പിലുണ്ട്. യൂറോപ്പിലെ ഞങ്ങൾക്ക് കൗണ്ടർ പാർട്ട് മീൻസ് അസോസിയേറ്റ്സ് ആണത്. വെച്ചാൽ ഇപ്പൊ കേരളത്തില് എല്ലായിടത്തും. ഇപ്പൊ നിങ്ങൾക്ക് കേരളത്തിൽ പിന്നെ നമുക്ക് കോട്ടയം ബ്രാഞ്ചുണ്ട്, കാഞ്ഞങ്ങാട് ബ്രാഞ്ച്, അവർ മാനേജ് ചെയ്യെല്ലാം. എല്ലായിടത്തും ഇപ്പം മരണം വന്നാലും വെഡിങ് ആനിവേഴ്സറി, കല്യാണം, ഇതിനൊക്കെ ഫ്ലവേഴ്സിന്റെ വിഷസ് വേണമല്ലോ. കാരണം എല്ലാവർക്കും പോകാൻ പറ്റും. അത് വെബ്സൈറ്റ് ആണോ? വെബ്സൈറ്റ് ഉണ്ട്. അതിൽ കയറിയിട്ട് നമുക്ക് ബുക്ക് ചെയ്താലും അല്ലാതെ കോൾസ് ചെയ്യും, ചാറ്റ് ചെയ്യും, പലതരത്തിലുണ്ട്. തലബാത്ത് വഴി ചെയ്യും. അങ്ങനെ പല എല്ലാത്തിൽ നിന്നും ഉണ്ട്. അതൊരു വശം. ഇന്റർനാഷണൽ ഡെലിവറി ഒരു വേറൊരു സെക്ഷനാണത്. ലോക്കൽ ഫ്ലവർ ഡെലിവറി വേറൊരു സെക്ഷനാണ്. അപ്പൊ അത് ഫ്ലവേഴ്സ് ആയി. രണ്ടാമത്തെ വെർട്ടിക്കൽ എന്താ? ലാൻഡ്സ്കേപ്പിംഗ് ആണ് ഇപ്പം ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. കാരണം ഞങ്ങൾ വലിയ വലിയ കമ്പനികളിലെ മില്യൻസിന്റെ വർക്ക് എടുക്കും. അതിലത്തെ സോയിൽ ഡിസൈൻ മുതൽ അവിടെയാണ് ചില സമയത്ത് എൻ്റെ ബ്രെയിൻ വേണ്ടത്. കാരണം ഇപ്പോഴും നമുക്ക് ഒരു ആർട്ടിസ്റ്റിക്കായിട്ട് ഒരു ഇംപ്രസീവായിട്ടുള്ള ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഒരു നാടകം കിട്ടിക്കഴിഞ്ഞാൽ സംവിധായകൻ എന്താ ചെയ്യുക, A to Z സംവിധാനം. അങ്ങനെ സ്റ്റാഫുകളെ വലിയ പാടാണ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. A to Z. ഇപ്പം ഞാൻ പറയുന്ന ആളിപ്പം മിനിയാന്ന് ഞാൻ അവിടെ നിങ്ങളുടെ പ്രോഗ്രാമിൽ വന്നു. ഓക്കെ, അവിടെ ആദ്യം എൻ്റെ കൺസെപ്റ്റ് ഉണ്ടായിരുന്നു മുമ്പിൽ ഫ്ലവേഴ്സ് വെക്കുക എന്നുള്ളതായിരുന്നു.
ഞാൻ വിചാരിച്ചു ഇതൊരു ബിസിനസ് കൺസെപ്റ്റാണ്. ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു സെലിബ്രേഷൻ ആയി പോകും. അതെ. ഇമ്മീഡിയറ്റ്ലി ഞാൻ എൻ്റെ സ്റ്റാഫിനോട് പറഞ്ഞു ബ്രിങ് ദ പ്ലാന്റ്സ്, ഹാങ് ചെയ്തു. പിന്നെ കുറേ ഞാൻ സെൻറ്ററിൽ സാധാരണ എല്ലാവരും ഫ്ലവേഴ്സാണ് വെക്കുക അല്ലേ, സെൻറ്റർ പീസസ്. ഞാൻ പറഞ്ഞു നോ, വിൽ ചേഞ്ച് ഇറ്റ്. എന്നാൽ അങ്ങനെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന അവിടെയൊക്കെ ഞാൻ പോകേണ്ടി വരും ചില നേരത്ത്. അല്ലാതെ ഇപ്പം ബാക്കി ചെയ്യാനൊക്കെ എല്ലാത്തിനും ആളുടെ. അങ്ങനെ ലാൻഡ്സ്കേപ്പിങ്, പിന്നെ മെയിൻ്റനൻസ്. ഇപ്പം ഇതുപോലെ ചെടികളൊക്കെ ഓഫീസിലുണ്ടാവും, ബിൽഡിങ്സ് അല്ലെങ്കിൽ വീടുകളിലെ ഗാർഡൻ ഉണ്ടാവും. അതൊരു വലിയ ബിസിനസ്സാണത്. അതൊരു അതിലാണ് താങ്കളുടെ ഏറ്റവും കൂടുതൽ എംപ്ലോയീസ് കൂടുതൽ, റവന്യൂ കൂടുതലാണ്. എംപ്ലോയീസ് ആഴ്ചയിലാണോ എങ്ങനെയാണ്? ഡെയിലി പോകേണ്ടതുണ്ട്. ചില കമ്പനിയൊക്കെ ഡെയിലി പോകണം, 5-6 പേര് പോകുന്ന കമ്പനി ഉണ്ട്. ചിലതൊക്കെ വീക്കിലി, ഇൻഡോർ പ്ലാന്റ്സ് വീക്കിലി ഒരു പ്രാവശ്യം പോയാൽ മതി, കാരണം AC-ലുള്ളതല്ലേ. ഗാർഡൻ എന്ന് പറയുന്നത് ഡെയിലി പോകണം, വീക്കിലി പോയിട്ട് മരുന്നടിക്കുക. അങ്ങനെ ഒരു സെക്ഷൻ ഉണ്ട്, മെയിൻ്റനൻസ് സെക്ഷൻസ് അതുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് ആയി, ഇൻഡോർ പ്ലാന്റ്സ് ആയി, മെയിൻ്റനൻസ് ആയി, പിന്നെ ഫ്ലവേഴ്സായി, ഓൺലൈനായി, ഇന്റർനാഷണൽ ഫ്ലവറായി, ഇതെല്ലാം കൂടെ അണ്ടർ വൺ റൂഫ് എവറിത്തിങ്. ജനിച്ചേണ്ട ഒരു പ്രത്യേകത, താങ്കൾ എംപ്ലോയീസിനെ നന്നായി സ്നേഹിക്കുന്ന ഒരാളാണ്. അതെ, താങ്കളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നവരാണ്. എംപ്ലോയീസിന് എന്ന് വെച്ചാൽ ഇപ്പം അന്ന് പറഞ്ഞവരെ പോലെ നിങ്ങൾ എൻ്റെ കാഴ്ചപ്പാടിൽ സിസ്റ്റമാറ്റിക്കലുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് കോർ കമ്മിറ്റി എക്സൊക്കെ ഉണ്ട്. പക്ഷെ ലേബർ എന്ന് പറയുന്നത് താഴെക്കടയുള്ളതാണ്, അൺസ്കിൽഡ്. അവരെ ഇപ്പം എൻ്റെ അടുത്ത് 30-40 വർഷമായ സ്റ്റാഫുകളാണുള്ളത്. അവരെൻ്റെ കൂടെ വന്ന് വിട്ടുപോയിട്ടില്ല. ചുരുക്കം പേര് വിട്ടുപോയതല്ലാണ്ട് കൂടുതൽ പേര് നിന്നിട്ടില്ല. അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് എൻ്റെ കൺസെപ്റ്റാണ്. അപ്പം ഞാൻ എന്താ വെച്ചാൽ അവരുടെ ഇപ്പം ബിസിനസ്സിനെ കഴിഞ്ഞുപരി അവരുടെ ഡെയിലി നിങ്ങൾക്ക് അസുഖം ഉണ്ടെങ്കിൽ ഞാൻ വേഗം പോകും, അല്ല ഭക്ഷണം കഴിച്ചില്ലേ, ഇതൊക്കെ ചോദിച്ച്. അപ്പം ഇപ്പം എനിക്കുള്ള ഏറ്റവും വലിയ പ്രോത്സാഹനം, ഒരു ദിവസം ഞാൻ അവരോട് ഐ ലവ് യു എന്ന് പറഞ്ഞില്ലെങ്കിൽ, ഇന്ന് എന്നോട് പറഞ്ഞില്ല ഐ ലവ് യു എന്ന്, ഓക്കെ ഞാൻ പറഞ്ഞു. അത്രയും ഇൻറ്റിമസി ആയിട്ടുണ്ട് ഒന്ന്. രണ്ടാമത് നമ്മളൊരു 10% എങ്കിലും ഡിസേബിൾഡ് ആയിട്ടുള്ളവരെ കീപ്പ് ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധം എനിക്കുണ്ട്. അത് ചിലപ്പം എല്ലാവരും വിചാരിക്കും പ്രൊഡക്ടിവിറ്റി കുറയില്ലേ എന്ന്. ഓക്കെ, പ്രൊഡക്ടിവിറ്റി കുറയുന്നുണ്ടെങ്കിലും നമുക്കൊരു സന്തോഷമില്ലേ, റെസ്പോൺസിബിലിറ്റി, കമ്മ്യൂണിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി. ഇപ്പം ഒരു പയ്യൻ സ്ട്രെച്ചറിൽ നടക്കുന്നത്, ഇവിടെയൊക്കെ തളർന്നത്. അപ്പം കഴിഞ്ഞ വർഷാന്തം മനോരമയിലൊരു ന്യൂസ് കൊണ്ട് ആ പയ്യൻ 6 ലക്ഷം രൂപ കൊടുത്ത് കാനഡ പോകാൻ വേണ്ടി വന്ന, ഇവിടെ സ്ട്രീറ്റിൽ ഭക്ഷണവും ഇല്ല, ഒന്നുമില്ലാണ്ട് നടക്കാനും വയ്യാത്ത. അങ്ങനെ എൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്ത് ഞാൻ വേഗം പോയി അയാളെ കൂട്ടിക്കൊണ്ടുവന്ന് നമ്മുടെ ഓഫീസിൽ ഒരു റിസപ്ഷനിൽ ജോലി കൊടുത്തു. സ്ട്രെസ്സില്ല. അപ്പം അങ്ങനെയും ചെയ്യുമ്പം ചിലപ്പോൾ അയാളെ കഴിഞ്ഞിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് ചില സ്റ്റാഫുകളിൽ പ്രൊഡക്ടിവിറ്റി ഇല്ലാതെ വരും. പക്ഷെ ഞാനത് പിന്നെ ഒരു ഓട്ടിസമുള്ള കുട്ടി ക്യാഷിലിരിക്കുന്നുണ്ട്, തെറ്റുകൾ വരാം. അപ്പം എൻ്റെ കസ്റ്റമർ എന്നെ പറയും, അത് ഞാൻ പറയുന്നു മോനെ അവർ ദേ ആർ സ്പെഷ്യൽ നീഡ്, ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ടു ടേക്ക് കെയർ ദം. ഓക്കെ, അങ്ങനെ വരും. സ്പെഷ്യലി അതുപോലെ ഇത്തരം കുട്ടികൾ, ഇത്തരം ആൾക്കാരെ താങ്കൾ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ഞാൻ പോയിട്ട് വരികയാണ്. അവരെ ഞാൻ 23-30 വർഷമായി പല സ്കൂളുകളിലും പല സ്ഥലത്തും ഫ്ലോറൽ തെറാപ്പി എന്ന് വെച്ചാൽ ഫ്രഷ് ഫ്ലവർ കൊണ്ട് ഫ്ലവർ കട്ട് ചെയ്യുക, അതിൽ കുത്തുക, അതിൻ്റെ ബ്യൂട്ടി ആസ്വദിക്കുക. അത് കഴിഞ്ഞിട്ട് അവരത് ആർക്ക് കൊടുക്കണം എന്ന് ചോദിക്കും. ഇപ്പം നമ്മൾ ഫ്ലവർ ഈ കൈ മൂവ് ചെയ്യാത്തവരല്ലേ, ഓട്ടിസം കുട്ടികളൊക്കെ മൂവ് ചെയ്യാത്തവരാ. അപ്പോൾ ഫ്ലവർ കട്ട് ചെയ്യുമ്പോൾ അവരിതിങ്ങനെ മൂവ് ചെയ്യും, ഇത് ബ്രെയിനിനെ വരും. അത് കഴിഞ്ഞിട്ട് ഒരു തുണിയുടെ ഫ്ലവർ ആണെങ്കിൽ ഒരിക്കലും അത് എഫക്റ്റ് കിട്ടില്ല. അത് ഫ്രഷ് ഫ്ലവർ ആകുമ്പോൾ അത് വാടുമ്പോൾ ആ കുട്ടിക്ക് ഇമോഷൻസ് വരും. ഓക്കെ, ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കും ഇത് ആർക്കാണ് കൊടുക്കുന്നത്. ഇപ്പം 90% പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് കൊടുക്കും, അല്ലെ ടീച്ചേഴ്സിന് കൊടുക്കും, അല്ലെ ഫ്രണ്ട്സിന് കൊടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ ചിലപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യണം. അപ്പം എനിക്ക് അഭിഷേക് ബച്ചൻ ഒരു അവാർഡ് വന്നപ്പോൾ അതൊരു ബിസിനസ് കമ്മ്യൂണിറ്റി ആയിരുന്നു. ഞാൻ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെയൊക്കെ ഓഫീസിൽ നിങ്ങളൊരു ചായ കഴിക്കുന്ന പൈസയെ വേണ്ടു, ഒരു കുട്ടിക്ക് ഒരു 4 മണിക്കൂർ ജോലി കൊടുത്തു. ഇപ്പം ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും എവിടെയെങ്കിലുമൊക്കെ ജോലി കിട്ടുമോ. അപ്പോൾ അവരെ അവിടെ നിർത്താനും ഒക്കെ റെക്കമെൻഡ് ചെയ്യും, നിങ്ങൾ ഇങ്ങനെ ഒരു 4 മണിക്കൂർ ചെയ്യും. അപ്പോൾ അവരൊക്കെ പറയുന്ന സെക്യൂരിറ്റി, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് 4 പേര് സെക്യൂരിറ്റിക്കാരുണ്ട്. ഓക്കെ, ആ കുട്ടികൾ വരുമ്പോൾ ചിലപ്പോൾ ഓടിപ്പോയാലും ഇറ്റ് ഈസ് ദെയർ ഫെയ്റ്റ്. ഓക്കെ,
അവർ ഓടിപ്പോയി എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അവരുടെ ഫേറ്റാന്ന് വിചാരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പേടിച്ചതിന് പുറകോട്ട് നിൽക്കുന്നത്. അവർ വല്ല ഒട്ടിക്കാനോ ക്ലീൻ ചെയ്യാനോ വല്ല അടുക്കളയിൽ പോകാനോ എന്തിനെങ്കിലും ഉപയോഗിക്കാമല്ലോ. ലൈക്ക് ഐ ഷോഡ് ദം ഇൻ മൈ ഷോപ്പ്. ആ കുട്ടി വരുമ്പോൾ ഇപ്പം ഒരു കുട്ടി വരുന്നുണ്ട്, എന്ത് സ്മാർട്ടായിട്ട് അവൻ സംസാരിക്കുന്നറിയോ, 21 വയസ്സുണ്ട്, കണ്ടാൽ ഇത്തിരി ഉള്ളൂ. അതിന് എന്തൊക്കെ പറയുന്നറിയോ. ഞാൻ ചോദിച്ചു നിനക്ക് സാലറി 5,000 വേണം. ഞാൻ 5,000 എനിക്ക് തരാൻ പറ്റില്ല, നീ എന്ത് വരുന്നതല്ലേ. അപ്പം ഞങ്ങളിപ്പോൾ ഓഫീസിൽ ലൈവായിരിക്കണം അവൻ വരുമ്പോഴാണ് ചിരിക്കണത് മനുഷ്യർ. കാരണം അവൻ വന്ന് കട്ട് ചെയ്യുമ്പോഴും അവൻ വരുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോഴും ഒക്കെ എല്ലാ സ്റ്റാഫും ഭയങ്കര ചിരിയും കളിയും എന്ന് പറഞ്ഞാൽ ആ ഓഫീസ് അറ്റ്മോസ്ഫിയർ എൻറ്റയർലി ഒരു ഡിഫറെൻ്റ്. ഒരു 2 മണിക്കൂർ നേരത്തേക്ക് അവൻ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം അവന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലിട്ട് ഞാൻ അവൻ്റെ ഫാദറിൻ്റെ പറഞ്ഞതിന് എഴുതി തരണം. വി ആർ നോട്ട് റെസ്പോൺസിബിലിറ്റി. ദാറ്റ് ഈസ് ദെയർ ഫെയ്റ്റ് അല്ലേ. ജെന്നി ഫ്ലവേഴ്സിന്റെ ഭാവി സ്വപ്നങ്ങൾ എന്താണ് ചേട്ടാ? ഇറ്റ്സ് എ ബിഗ് ഡ്രീം. അതൊരു വലിയ സ്വപ്നമാണ്. അണ്ടർ വൺ റൂഫ് എവറിത്തിങ്. ഓക്കെ. ഒരു കുടക്കീഴിൽ ഹോർട്ടിക്കൾച്ചർ ആയിട്ടുള്ള പുതിയ ടെക്നോളജി, പുതിയ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും പുതിയ ടെക്നോളജിയിലുള്ള ഹോർട്ടിക്കൾച്ചറിലെ എല്ലാ ഐറ്റംസും UAE കിട്ടുക. ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞാനൊക്കെ ഇപ്പം ചെയ്യുമ്പോൾ ഒരു ലാൻഡ്സ്കേപ്പ് ചെയ്യുമ്പം സോയിൽ ജെറിയിൽ നിന്ന് കൊണ്ടുവരണം, മറ്റത് ഇത് ജർമ്മനിയിൽ നിന്ന് പൈപ്പ് കൊണ്ടുവരണം, അതുകൊണ്ടുതന്നെ ഇങ്ങനെ പല സ്ഥലത്തും വിതറി കിടക്കണത്. ഇത് അണ്ടർ വൺ റൂഫിലാക്കിയിട്ട് ഒരു കസ്റ്റമർ വന്നാൽ എവറിത്തിങ് ഹി ക്യാൻ സെലക്ട്. ഒന്നത്. 2, അതിനോട് കൂടി തന്നെ ഇപ്പം ദൂരെ നിന്ന് വരുന്നവർക്കൊന്ന് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു റെസ്റ്റ് ഹോം അതിലുണ്ടാക്കുക, ഒരു ചെറിയ പാർക്ക് ഉണ്ടാക്കുക, പ്ലസ് ഈ മറ്റേ മെയിൻ്റനൻസ് ഫ്ലോറൽ അറേഞ്ച്മെൻറ്റും സർട്ടിഫൈ ചെയ്യുന്ന ഒരു കോഴ്സ് ഏഷ്യയിലില്ല. ഫിലിപ്പീൻസിലുണ്ട് ഫ്ലോറൽ ഡിസൈനർ സർട്ടിഫൈഡ് കോഴ്സിൻ്റെ, ബാക്കി എങ്ങും ഇല്ലാതെ. സോ വൈ കാൻ വി മേക്ക് എ സ്കൂൾ ഫോർ ദാറ്റ്? ഇപ്പം നാട്ടിലൊക്കെ ഉണ്ട് ഹോം സയൻസ് പഠിക്കുന്നവർ കുറച്ച്, പക്ഷെ അതൊരു വലിയ പ്രൊഫഷണലായിട്ട് വരുന്നില്ല. പിന്നെ മെയിൻ്റനൻസ് ഉള്ള സ്റ്റാഫ്, ഈ ചെടി എങ്ങനെ പരിചരിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇതിൽ എല്ലാം കൂടെ കൂടി ഒരു അണ്ടർ വൺ റൂഫ് എവറിത്തിങ്. അതൊരു വലിയ സ്വപ്നം തന്നെ. ആരെങ്കിലും നല്ലൊരു ഇൻവെസ്റ്റേഴ്സ് വരും, വിൽ ഡു ദാറ്റ്. ഇൻവെസ്റ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ ജെന്നി ചേട്ടന് നിരവധി ആൾക്കാരെ ഒരു പുതിയ തൊഴിൽ പഠിപ്പിച്ച് നമുക്ക് തൊഴിലും കൊടുക്കാം. അതൊരു അതാണ് വലിയ തൊഴിലും കൊടുക്കാം. അണ്ടർ വൺ. ഇപ്പൊ ഷമ്മിക്ക് ഒരു ഗാർഡൻ ചെയ്യണമെങ്കിൽ ഷമ്മി പല സ്ഥലത്തും പോകണല്ലേ, സ്റ്റോൺ പ്രിപ്പയർ ആകും. ഇതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് എല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ യു ക്യാൻ എൻജോയ് ദാറ്റ് അറ്റ്മോസ്ഫിയർ. കറക്റ്റ്. നിങ്ങൾ കേട്ടു ജെന്നി ചേട്ടൻ്റെ ഈ എളിമയുള്ള വിജയഗാഥ. നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? 10 മക്കളിൽ ഒരാൾ ഒറ്റയാനായി വാഴുക, ഒന്നും അറിയാത്ത ആ ചെറുപ്പക്കാരൻ മരുഭൂമിയിലേക്ക് വരിക, ഒരാളെ പോലും പരിചയമില്ല, 18 വയസ്സിൽ ഇവിടെ വരുന്നു. ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് ദൈവം അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. കാരണം വളരെ നിഷ്കളങ്കരായ മനസ്സ്. അങ്ങനെയുള്ളവർക്ക് ആര് തുണ എന്ന് ചോദിച്ചാൽ ദൈവമാണ് തുണ. അദ്ദേഹത്തെ കൈപിടിച്ച് ഒരു നല്ല ആളെ ഏൽപ്പിച്ചു. അദ്ദേഹം ഒരു ലോഡ്ജ് തന്നെ കൈമാറിയിട്ട് പോയി. കഥയിൽ വളരെ ഇൻസ്പിറേഷനായിട്ടുള്ള പല കാര്യങ്ങളും കണ്ടു. ജെന്നി ഫ്ലവർ, അദ്ദേഹം വളരെ ആകസ്മികമായിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷൻ അതിലേക്ക് വരുന്നു. എന്നാൽ തിരിച്ചടികളുണ്ടായപ്പോൾ വേറൊരാളത് ഏൽപ്പിച്ച്, കടം വീട്ടാൻ ഏൽപ്പിച്ചിട്ട് അയാൾ പോലും തിരിച്ചു കൊടുക്കുന്ന സാഹചര്യം. അവിടെ നിന്ന് വളർച്ചയുടെ പാതയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സും എത്രയോ കുട്ടികളെ അദ്ദേഹം ഇത് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. വർഷങ്ങളായിട്ട് അവരുടെ കൂടെ നിൽക്കുന്നു. അതിനോടൊപ്പം ഈ ജെന്നി ഫ്ലവർ വളർന്ന് 4 വെർട്ടിക്കളിലായി നിരവധി രാജ്യങ്ങളിൽ ഡെലിവറി കൊടുക്കുന്ന ഒരു വലിയ സംരംഭമായി 200 കുടുംബങ്ങൾക്ക് ആശ്രയമായി വളർന്നു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സുകൊണ്ടായിരിക്കാം ജെന്നി ഫ്ലവർ ഇന്ന് വളർന്നത്. വലിയ സ്വപ്നങ്ങളാണ്. ഇനി അതിൻ്റെ കോഴ്സ് തുടങ്ങണം, നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കണം. ചേട്ടാ, പരിചയപ്പെട്ട നിമിഷം തൊട്ട് ഒരു സഹോദര ബന്ധം നമ്മൾ തമ്മിലുണ്ട്. ജെന്നി ഫ്ലവർ എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞു ആദ്യം കണ്ടപ്പോൾ തന്നെ, പൂ പോലെ മനസ്സുള്ള താങ്കളുടെ ജെന്നി ഫ്ലവർ ഇനിയും വളരട്ടെ. ഇതുമൂലം നിരവധി പേർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാവട്ടെ. അതോടൊപ്പം താങ്കളുടെ കുടുംബത്തിനും എല്ലാ ഐശ്വര്യങ്ങളും നേരുന്നു. എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും ഈ മിഡിൽ ഈസ്റ്റ് എപ്പിസോഡിന് നമ്മൾ ഈ ഡിസ്കഷൻ അവസാനിപ്പിക്കുമ്പോൾ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും. താങ്ക് യു സോ മച്ച്. ആൻഡ് ഷമ്മി, ഞാൻ നിങ്ങളിലൊരു ഗുണം കണ്ടത് നമ്മുടെ മിനിയാന്നത്തെ ആ ഫങ്ഷൻസ് ഒരു പ്രൊഫഷണൽ ടച്ചായിരുന്നു. ദാറ്റ് ഈസ് എ ഗ്രേറ്റ്. പ്ലസ് യു അക്സെപ്റ്റഡ് എവറിബഡി. ഇപ്പം എന്നെ പോലെയുള്ള ഒരാളെ അവരുടെ മുമ്പിലൊക്കെ ഞാൻ ചെറുതാണെങ്കിലും എന്നെ പോലും അക്സെപ്റ്റ് ചെയ്ത് ആ ഒരു മനസ്സും അന്നത്തെ ആ പ്രൊഫഷണലിസവും, അപ്പം എനിക്ക് ഭയങ്കര ഒരു ഇമ്പ്രസീവായിരുന്നു. ഇറ്റ് വാസ് വെരി നൈസ്. ആൻഡ് നിങ്ങൾക്ക് ഒരുപാട് ഇതേപോലെ കോൺക്ലേവുകളൊക്കെ നടക്കട്ടെ, ഒത്തിരി ബിസിനസ്സുകാർ നിങ്ങൾക്ക് വരട്ടെ, വാട്ട് എവർ
I don't know what to say. Thank you so much. Thank you so much. Thank you.